ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ആദ്യത്തെ എഡിറ്റോറിയൽ ഒരു അസുഖത്തിനെ കുറിച്ചാണ്, ഒരു എൻഡമിക്കിനെ കുറിച്ചാണ്. ആ ഒരു എൻഡമിക് ഒരു പാൻഡമിക് ആയിട്ട് മാറിയിട്ടില്ല ഇതുവരെയ്ക്കും, കോവിഡ് ഒക്കെ പോലെ. ഇത് എംപോക്സ് എന്ന് പറയുന്ന സംഭവം, അതായത് കുറച്ച് കാലം കൊണ്ട് ഉള്ളത് തന്നെയാണ്. എംപോക്സ് എന്ന് പറഞ്ഞാൽ മങ്കി പോക്സിനെയാണ് എംപോക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഈ മങ്കി പോക്സിന്റെ ഒരു ഔട്ട് ബ്രേക്ക് 2022 യൂറോപ്പിൽ ഉണ്ടായിരുന്നു. മങ്കി പോക്സിന്റെ ഒരു ഔട്ട് ബ്രേക്ക്. ഈ മങ്കി പോക്സിന്റെ ഔട്ട് ബ്രേക്കിന് പെട്ടെന്ന് തന്നെ WHO അന്ന് അതിനെ ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് അന്നും ഡിക്ലെയർ ചെയ്തിരുന്നു. 2022 പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, എംപോക്സ് അല്ലെങ്കിൽ മങ്കി പോക്സിനെ 2022 ഡിക്ലെയർ ചെയ്തിരുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് യൂറോപ്പിലാണ് ഇതിന്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടായത്. യൂറോപ്പിൽ നിന്ന് ഏതാണ്ട് 100ഓളം രാജ്യങ്ങളിലേക്ക് അത് സ്പ്രെഡ് ആയിരുന്നു. പക്ഷെ അതൊരു ഭയങ്കര ഒരു ഔട്ട് ബ്രേക്ക് ആയിട്ട് അത് വളർന്നില്ല. കാരണം സമയാസമയത്ത് തന്നെ വാക്സിൻ കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഇപ്പൊ വീണ്ടും ഈ 2 വർഷത്തിന് ശേഷം WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സെയിം ആ ഒരു ഡിക്ലറേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എംപോക്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ PHEIC ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം DR കോങ്കോ എന്ന് പറയുന്ന രാജ്യമുണ്ട്. DR കോങ്കോ അല്ലെങ്കിൽ DRC എന്ന് പറയും, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ആഫ്രിക്കയിലാണ്. ഇവിടെ വീണ്ടും ഈ എംപോക്സിന്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും അവര് ഈ എംപോക്സിന് അല്ലെങ്കിൽ മങ്കി പോക്സിന് പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് WHO ഡിക്ലെയർ ചെയ്തത്. അത് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലേക്ക് വീണ്ടും പടരാനുള്ള സാധ്യതയും ഉണ്ട്. ഇതേപോലെ ആഫ്രിക്കയിൽ 2016-17 കാലഘട്ടത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് WHO ആഫ്രിക്ക കേന്ദ്രീകരിച്ച് ഉള്ള ഈ പ്രശ്നത്തിന് ഡിക്ലെയർ ചെയ്തിരുന്നു. അത് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. എബോള എന്നൊരു പ്രോബ്ലം ആയിരുന്നു അന്നുണ്ടായത് ആഫ്രിക്കയിൽ. എബോള കുറച്ചു കാലം അവിടെ ആഫ്രിക്ക കേന്ദ്രീകരിച്ച് നിലനിന്നു. മറ്റ് രാജ്യങ്ങളിലേക്കൊന്നും അതിന്റെ വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ടായില്ല. പതുക്കെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അന്ന് നൈജീരിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന എബോള ഔട്ട് ബ്രേക്കിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അന്നും WHO ഭാഗത്ത് നിന്ന് വളരെ സ്ലോയിലാണ് ആക്ട് ചെയ്തത്. അവർ എമർജൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്ത്, ഇതുപോലെ എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തൊക്കെ വളരെ സ്ലോ ആയിട്ടായിരുന്നു എന്നൊക്കെ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. അത് നമുക്ക് വേണ്ട. അന്നത്തെ WHO ഒരു റിയാക്ഷൻ സ്ലോയിലായിരുന്നു എന്നൊക്കെയാണ് എബോള ഔട്ട് ബ്രേക്ക് ആഫ്രിക്കയിൽ ഉണ്ടായപ്പോൾ പറയുന്നു. ഇനി ഇപ്പോഴത്തെ എംപോക്സ് ഔട്ട് ബ്രേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, ഈ എംപോക്സ് എന്ന് പറയുന്നത് ചിക്കൻ പോക്സ് ആണെങ്കിലും സ്മോൾ പോക്സ് ആണെങ്കിലും എംപോക്സ് ആണെങ്കിലും എല്ലാം വൈറസിൽ നിന്നുണ്ടാവുന്നതാണല്ലോ. അപ്പോൾ ഈ എംപോക്സ് വൈറസ് ആദ്യം ഈ 2022 ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് ഇതൊരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് WHO ഡിക്ലെയർ ചെയ്യുമ്പോൾ UK-യിലൊക്കെയാണ് അതിന്റെ ഔട്ട് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 100ഓളം കൺട്രീസിലേക്ക് സ്പ്രെഡ് ചെയ്തു. അത് മൈൽഡർ ആയിട്ടുള്ള ക്ലൈഡ് 2B വൈറസ് മൂലമായിരുന്നു അന്നുണ്ടായത്. ക്ലൈഡ് 2B വൈറസ് ഒരു മൈൽഡർ വെർഷൻ ആണ്. ഇത് മെൻ ടു മെൻ സെക്സിൽ നിന്നാണ്, അതായത് ഹോമോസെക്ഷുവാലിറ്റി എസ്പെഷ്യലി എമംഗ് മെൻ, ഗേ റിലേഷൻഷിപ്പിൽ നിന്നായിരുന്നു അന്നത്തെ ഈ ക്ലൈഡ് 2B വൈറസ് ആൾക്കാരിലേക്ക് പകർന്നത്. ചിൽഡ്രനെയും അഡോളസൻസിനെയും അത് വലുതായിട്ട് ബാധിച്ചതും ഇല്ല. പ്രൈമറിലി ഈ ഇത്തരത്തിലുള്ള ഗേ സെക്സിൽ എൻഗേജ് ചെയ്തിരുന്ന മെന്നിനെ മാത്രമാണ് അത് ബാധിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ കൺട്രിയിൽ വന്നിരിക്കുന്നത് പുതിയൊരു വെർഷനാണ്. ക്ലൈഡ് 1B ആണ്. നേരത്തെ ക്ലൈഡ് 2B ആയിരുന്നു. അത് അത്ര ലീത്തൽ അല്ലായിരുന്നു. പക്ഷേ ക്ലൈഡ് 1B എന്ന് പറഞ്ഞത് പ്രശ്നം എന്ന് പറയുന്നത് സെക്ഷൽ കോണ്ടാക്ട് വഴിയും നോൺ സെക്ഷൽ കോണ്ടാക്ട് വഴിയും പകരുന്ന വെർഷനാണ് ക്ലൈഡ് 1B എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി 2863 കൺഫേംഡ് കേസസും 517 ഡെത്ത്സും ഒക്കെ ഈ വർഷം ഉണ്ടായിരിക്കുന്നു. ഇത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ നടക്കും. ഇത് നോൺ സെക്ഷൽ കോണ്ടാക്റ്റിൽ നിന്നും ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളെയും ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നു. ഒരുപാട് ഇൻഫെക്ഷൻസും അണ്ടർ 15 ഇയേഴ്സുള്ള കുട്ടികളിലാണ് ഇപ്പോഴത്തെ ക്ലൈഡ് 1B വൈറസ് മൂലം ഉണ്ടാകുന്ന എംപോക്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അതൊരു വലിയ കൺസേൺ ആണ്. മുമ്പ് അത്രയും ഇൻഫെക്ഷ്യസ് അല്ലായിരുന്നു. ഇതിപ്പോ കൂടുതൽ പിന്നീട് ഒരു വൈറലായിട്ട് സ്പ്രെഡ് ആവുന്ന ഒരു വെർഷനാണ്.
കുട്ടികളെ മുമ്പ് ബാധിക്കൂലായിരുന്നു വലുതായിട്ട്. ഇപ്പൊ കുട്ടികളിലാണ് ഇത് കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രോബ്ലം ഇതിന്റെ വാക്സിൻ ഉണ്ടെങ്കിലും ഈ വാക്സിന്റെ എമർജൻസി യൂസ് ഓതറൈസേഷൻ കൊടുത്തിരിക്കുന്ന നൈജീരിയയിലും DR കോങ്കോയിലും മാത്രമാണ് ഇപ്പം ഇത് അവിടുത്തെ 2 ഗവൺമെന്റുകൾ ഇത് എമർജൻസി യൂസിന് ഇപ്പോൾ ഉള്ള വാക്സിനെയൊക്കെ അവരുടെ രാജ്യങ്ങളിൽ അപ്രൂവ് ചെയ്തത്. പക്ഷെ അങ്ങനെ അപ്രൂവ് ചെയ്തെങ്കിലും ആവശ്യത്തിന് വാക്സിൻ ആഫ്രിക്കയ്ക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. 10 മില്യൺ ഡോസസ് ഓഫ് വാക്സിൻ വേണം ഇപ്പോ നിലവിൽ ആഫ്രിക്കയെ മാത്രം സെർവ് ചെയ്യാൻ. 10 മില്യൺ ഡോസസ് ഓഫ് വാക്സിൻ. പക്ഷെ വെറും 0.21 മില്യൺ, അതായത് 1 മില്യൺ പോലും ഇല്ല, 1/2 മില്യൺ പോലും ഇല്ല, 0.21 മില്യൺ വാക്സിനെ ഇപ്പൊ കൈവശമുള്ളൂ ആഫ്രിക്കയ്ക്ക് കൊടുക്കാൻ. ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് കംപ്ലീറ്റ്ലി സേഫ് ആക്കാൻ ഈ 10 മില്യൺ വാക്സിൻസ് ആ രാജ്യങ്ങൾക്ക്, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കൊടുക്കണം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ വാക്സിൻ അവൈലബിൾ ആണ്, പക്ഷെ അത് അബൻഡന്റ്ലി അവൈലബിൾ അല്ല. 2025 എന്തെങ്കിലും ആകും എന്നാണ്. ഇപ്പൊ 2024 പകുതി കഴിഞ്ഞതേ ഉള്ളൂ. 2025 എന്തെങ്കിലും ആകുമ്പോഴേ ഈ വാക്സിൻ അവിടെ സഫീഷ്യന്റ്ലി അവൈലബിൾ ആക്കാൻ പറ്റൂ ആഫ്രിക്കൻ കൺട്രീസ് എന്നാ പറയുന്നത്. അപ്പം അതൊരു വലിയ പ്രശ്നമാണ് ഈ ലോകം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. Mpox is spreading fast in African countries, especially in DR Congo. That Mpox is caused by a new version of virus, that is Clade 1P virus. അതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് വഴി മാത്രമല്ല. നേരത്തെ മെൻ ടു മെൻ സെക്ഷൽ റിലേഷൻഷിപ്പ് വഴിയായിരുന്നു കൂടുതൽ സ്പ്രെഡ് ആവുന്നത്. ഇപ്പൊ നോൺ സെക്ഷൽ റിലേഷൻഷിപ്പ് വഴി സ്പ്രെഡ് ആവും. കൂടുതലും കുട്ടികളാണ് അഫക്ട് ചെയ്യുന്നത്. നേരത്തെ വെർഷനിലെ കുട്ടികൾ അത്ര അഫക്റ്റഡ് അല്ലായിരുന്നു. അപ്പൊ ഇതാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ റീജിയണൽ ട്രബിൾസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. റീജിയണൽ ട്രബിൾസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലിൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് പാരഗ്രാഫ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റഡ് ഫോർ തായ്ലൻഡ്. Second paragraph is dedicated for other countries in India's vicinity. നമ്മളുടെ നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ടുള്ള മറ്റ് കൺട്രീസിലെ ഇന്റേണൽ ടെർമോയിൽസ്, അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. മെയിൻലി നമുക്കറിയാം, നമ്മളെ ഇന്ത്യ സാർക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ, സാർക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഈസ് റിഡൻഡന്റ് നൗ ആഫ്റ്റർ 2016 when Pakistan took over the reins of SARC. A terrorist attack happened inside our country that was mainly perpetrated by the terrorists from the Pakistan soil. So after that, India decided to boycott that SARC summit in 2016 that was planned to be held at Pakistan. അപ്പോൾ 2016 സാർക്ക് സമ്മിറ്റ് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാണ്. ആഫ്റ്റർ ദാറ്റ് up to 2024 there were no SARC summits. That means India effectively sidelined SARC because of the presence of Pakistan in that organization, and India tried to project BIMSTEC as an alternative of SARC. BIMSTEC നെ നമ്മൾ സാർക്കിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്രൊജക്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ബിംസ്റ്റെക് എന്ന് പറഞ്ഞാൽ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ. ബിംസ്റ്റെക്കില് ഇന്ത്യ കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ബംഗ്ലാദേശ്, വേറൊന്ന് ഭൂട്ടാൻ, BB എന്ന് എഴുതിയിരിക്കുന്നത് ബംഗ്ലാദേശും ഭൂട്ടാനും, പിന്നെ ശ്രീലങ്ക S, നേപ്പാൾ, പിന്നെ ഇന്ത്യ ഓൾറെഡി ഞാൻ പറഞ്ഞു, പിന്നീട് തായ്ലൻഡ്, പിന്നീട് മ്യാൻമർ. ഇതില് തായ്ലൻഡില് പ്രോബ്ലം ആണ്, മ്യാൻമറിൽ പ്രോബ്ലം ആണ്, ശ്രീലങ്കയിൽ പ്രോബ്ലം ആണ്, ബംഗ്ലാദേശിൽ പ്രോബ്ലം ആണ്. ശ്രീലങ്കയിൽ പ്രോബ്ലം ഇപ്പൊ സോൾവ് ആയി, പക്ഷെ ശ്രീലങ്കയിൽ ഇലക്ഷൻ വരുവാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ത്യ ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു സാർക്ക്, ഇന്ത്യ ഡിസൈഡഡ് ടു പ്രൊജക്ട് ബിംസ്റ്റെക് മോർ സ്ട്രോങ്ലി. കാര്യം ഇന്ത്യയുടെ താല്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കുന്ന ബിംസ്റ്റെക് ആണെന്ന് കരുതിയിട്ടാണ്. പക്ഷെ അതിന്റെ അകത്തും കുറെ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ തായ്ലൻഡ് എന്ന് പറഞ്ഞ രാജ്യം, തായ്ലൻഡിൽ ഇപ്പൊ എന്താണ് നടന്നതെന്ന് ഞാൻ ഇന്നലെ നിങ്ങളുടെ പറഞ്ഞു. തായ്ലൻഡില് 2001 ശേഷം ഏതാണ്ട് 10-12 പ്രൈം മിനിസ്റ്റേഴ്സ് പലപ്പോഴായി വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ കാര്യം എടുത്ത് 2000-2024 ഇടയ്ക്ക് എത്ര പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്? വാജ്പേയി മാറിന് ശേഷം ഒരു മൻമോഹൻ സിംഗും ഒരു നരേന്ദ്രമോദി, ഇവർ 2 പ്രൈം മിനിസ്റ്റേഴ്സ് ആയിട്ട് ഭരിച്ചിട്ടുള്ളത്. 2004 ശേഷമുള്ള കാലഘട്ടത്തിൽ, വാജ്പേയിയുടെ പീരീഡിന് ശേഷം. അതേ സമയത്ത് 11-12 പ്രൈം മിനിസ്റ്റേഴ്സ് ആണ് തായ്ലൻഡ് ഇതേ കാലയളവിൽ ഭരിക്കുന്നത്. അതിന് കാരണം വേറൊന്നുമല്ല, തായ്ലൻഡ് എന്ന് പറഞ്ഞ ഒരു കറപ്റ്റ് കിങ്ങിന്റെ കിങ്ഡമാണ് തായ്ലൻഡ്. അവിടെ കിങ്ങിനാണ് അല്ലെങ്കിൽ മൊണാർക്കിക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം. മൊണാർക്കിക്കെതിരെ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കുന്ന പ്രൈം മിനിസ്റ്റേഴ്സിനെ എല്ലാം കോടതി ഇടപെടുവിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ അയോഗ്യരാക്കുകയോ അവരുടെ പൊസിഷൻ പുറത്താക്കുകയോ ചെയ്യുന്ന ഒരു പതിവ് തായ്ലൻഡിനുണ്ട്.
കിങ്ങിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് പറയുന്നില്ല, അത് എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഈ തായ്ലൻഡില് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ലാസ്റ്റ് നടന്ന ഇലക്ഷൻ, അവിടെ നടന്ന ഇലക്ഷനിൽ കഴിഞ്ഞ വർഷമാണ് അവിടെ ഇലക്ഷൻ നടന്നത്. ആ ഇലക്ഷനിൽ മൂവ് ഫോർവേഡ് എന്ന് പറയുന്ന പാർട്ടിയാണ് എന്നാണ് എന്റെ ഓർമ്മ. അതെ, മൂവ് ഫോർവേഡ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ സീറ്റ്സ് വിൻ ചെയ്ത മൂവ് ഫോർവേഡ് പാർട്ടി. അതിന്റെ ലീഡറിന്റെ പേരൊന്നും നിങ്ങൾ പഠിക്കണ്ട, കാര്യം അയാളെ ഇപ്പം അവിടെ സീനിലേ ഇല്ല. ഈ മൂവ് ഫോർവേഡ് പാർട്ടിയുടെ ലീഡർ അല്ലേ സ്വാഭാവികമായിട്ടും അവിടെ പ്രൈം മിനിസ്റ്റർ ആവേണ്ടത്. പക്ഷേ ഈ മൂവ് ഫോർവേഡ് പാർട്ടിക്ക് ഇത്രയും പോപ്പുലാരിറ്റി അവിടെ കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാല് അവിടെ മൊണാർക്കിക്ക്, അവിടുത്തെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള രാജാക്കന്മാർക്ക്, ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള രാജാക്കന്മാർക്ക് സുപ്രീമസി കിട്ടുന്ന രീതിയിലാണ് അവിടുത്തെ ഭരണഘടനയും എല്ലാം എഴുതി വെച്ചേക്കുന്നത്. ആ നിയമങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ മൂവ് ഫോർവേഡ് പാർട്ടിയുടെ വോട്ട് പിടിച്ചതും കൂടുതൽ സീറ്റ് അവർ വിൻ ചെയ്തത്. അപ്പൊ ജനങ്ങളുടെ എല്ലാവർക്കും സപ്പോർട്ട് കിട്ടി ആ വാഗ്ദാനങ്ങൾക്ക്. പക്ഷേ അവിടുത്തെ രാജകുടുംബവും ആ രാജകുടുംബത്തിനോട് ചേർന്ന് നിൽക്കുന്ന പട്ടാളവും മറ്റ് അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയിരിക്കുന്ന പാർട്ടികളൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഈ മൂവ് ഫോർവേഡ് പാർട്ടിയും അതിന്റെ ലീഡറിനെയും ഇലക്ഷന് ജയിച്ചെങ്കിലും അവര് ഫർദർ ആയിട്ട് ഇലക്ഷനിൽ മത്സരിക്കുന്നതെന്നും ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ഒക്കെ ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ അവർക്ക് ഇലക്ഷന് മത്സരിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെ വേറൊരു ആള് അയാളുടെ പേര് ഇവിടെ ഉണ്ടായിരുന്നു, ശ്രദ്ധ തവസിൻ ആണെന്നാണ് എന്റെ ഓർമ്മ. അവിടുത്തെ അതെ തന്നെ ശ്രദ്ധ തവസിൻ എന്ന് പറഞ്ഞാൽ അവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നു. പക്ഷെ അയാളെയും ഇപ്പോ ആ പ്രൈം മിനിസ്റ്ററിനെയും ഇപ്പോ അവിടുത്തെ കോടതി ഡിസ്ക്വാളിഫൈ ചെയ്തു, ഒരു എത്തിക്കൽ റീസൺസ് പറഞ്ഞിട്ട്. കാര്യം ഈ ശ്രദ്ധ തവസിന്റെ മിനിസ്ട്രിയിൽ ഒരു പുതിയ മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്തു. ആ മിനിസ്റ്റർ പണ്ട് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു. ആ മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്ത പുതിയൊരു ക്യാബിനറ്റ് മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്ത അയാള് അവിടുത്തെ ഒരു ജഡ്ജിയെ ബ്രൈബ് ചെയ്യാൻ ശ്രമിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ അത്തരത്തിലുള്ള ഒരാളിനെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ട് എടുത്തതിന്റെ പേരിൽ എത്തിക്കൽ വയലേഷൻസ് എന്നുള്ള പേരിലാണ് കോടതി ഇപ്പം ഈ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ശ്രദ്ധ തവീസിനെ ഡിസ്ക്വാളിഫൈ ചെയ്തത്. എനിക്ക് തോന്നുന്നു അയാൾക്കും രാജകുടുംബമായിട്ട് വല്ല കോൺഫ്ലിക്റ്റ് ഓഫ് വല്ല പ്രശ്നങ്ങളും ഉണ്ടായി കാണും. അപ്പൊ അതുകൊണ്ടായിരിക്കത്തേ ഉള്ളൂ. എന്തായാലും പുറത്തായി. അപ്പൊ പുതിയ പ്രൈം മിനിസ്റ്ററിനെ സെലക്ട് ചെയ്യണം. അപ്പൊ പുതിയ പ്രൈം മിനിസ്റ്ററിനെ സെലക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ തായ്ലൻഡിൽ കഴിഞ്ഞ ഒരു 10-20 വർഷ ചരിത്രം എടുത്താൽ ഒരു ഫാമിലി നിന്നാണ് കൂടുതലും പ്രൈം മിനിസ്റ്റേഴ്സ് വന്നിട്ടുള്ളത്. അത് അവിടുത്തെ ഒരു ബില്യണർ, ഭയങ്കര വലിയ കോടീശ്വരനായ തക്ഷിൻ ഷിനവത്രയുടെ ഫാമിലി നിന്നാണ്. ഈ തക്ഷിൻ ഷിനവത്ര ഇതുപോലെ അവിടെ കുറച്ചു കാലം അധികാരത്തിൽ ഇരുന്നിട്ട് പല കറപ്ഷൻസിന്റെയും മറ്റ് പ്രശ്നങ്ങളുടെയും പേരിൽ ഡിസ്ക്വാളിഫൈ പെട്ട ആളും പുള്ളി ഒരുപാട് കാലം ദുബായിൽ എക്സൈലായിട്ട് ജീവിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ സഹോദരി ഇംഗ്ലക് ഷിനവത്ര തായ്ലൻഡിന്റെ ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അധികാരമേറ്റിരുന്നു. അവരും അവിടെ നിന്ന് ഡിസ്ക്വാളിഫൈ പെട്ടു ആ പൊസിഷനിൽ നിന്ന്. ഇപ്പൊ എന്താ ഈ അയാളുടെ ഫാമിലിയൊക്കെ കള്ളന്മാരാണ്. പുള്ളിയുടെ തന്നെ ഫാമിലിയിൽ പുള്ളിയുടെ തന്നെ മകൾ, ഈ തക്ഷിൻ ഷിനവത്രയുടെ മകളെയാണ് ഇപ്പൊ അവിടെ തൽക്കാലം പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇപ്പൊ അപ്പോയിന്റ് ചെയ്യുന്നത്. തായ്ലൻഡിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൈം മിനിസ്റ്ററും അവിടുത്തെ രണ്ടാമത്തെ വുമൻ പ്രൈം മിനിസ്റ്ററുമാണ് ഈ 37-കാരി. അവരുടെ പേര് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, പെറ്റോങ് ത്രാം എന്ന. അത് സ്പെല്ലിംഗ് എങ്ങനെയാണ് പിന്നീട് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ PAETONGTARN എന്നാണ്. പെറ്റോങ് ത്രാൻ എന്നങ്ങനെ ആയിരിക്കും. ഷിനവത്ര, അതായത് തക്ഷിൻ ഷിനവത്രയുടെ മകൾ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നു. എന്തായാലും അവർക്ക് അവിടെ റാഡിക്കൽ ആയിട്ടുള്ള റിഫോംസ് നടപ്പാക്കാനോ ഒന്നും അവിടെ കഴിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, മൊണാർക്കിയുടെ ക്ലച്ചസിലാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഈ യങ് ലേഡിയിലും വെക്കേണ്ട. അവർക്ക് ഭരണ പരിചയവും ഇല്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും കറപ്റ്റായ അവരുടെ ഫാദർ തക്ഷിൻ ഷിനവത്ര ആയിരിക്കും ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്താൻ പോണ ഭരണത്തിന്റെ കാര്യത്തില്. എന്തായാലും തായ്ലൻഡിന്റെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് അവിടെ എക്കണോമിക് റിക്കവറി നടപ്പാക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മെയിൻ അജണ്ട എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പാരഗ്രാഫിൽ. സെക്കൻഡ് പാരഗ്രാഫിൽ ഈ ബിംസ്റ്റെക്കിലെ മറ്റു രാജ്യങ്ങളായ ബംഗ്ലാദേശിൽ ആരും പ്രതീക്ഷിക്കാതെ ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന ആ ക്രൈസിസിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് ആ ക്രൈസിസ് ഉണ്ടായതെന്നും അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന എങ്ങനെ പുറത്തായെന്നും നിങ്ങൾക്ക് അറിയാം. അതിന് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ബംഗ്ലാദേശ് പ്രശ്നമാണ്. ഇനി മ്യാൻമറിന്റെ പ്രശ്നങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മ്യാൻമറിലെ മിലിറ്ററിയാണ് അവിടെ ഭരണം ഇടയ്ക്ക് വെച്ച് ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ലീഡർ ആയിരുന്ന ആങ് സാൻ സൂക്കിയുടെ കയ്യിൽ നിന്ന് മിലിറ്ററി ഭരണം പിടിച്ചെടുത്തതും അതിനുശേഷം മിലിറ്ററി പ്രതീക്ഷിക്കാത്ത ചെറുത്തുനിൽപ്പ് ഡെമോക്രാറ്റിക് ഫോഴ്സസിന്റെ അടുത്തുനിന്നും മ്യാൻമറിലെ ഡിഫറെന്റ് ആയിട്ടുള്ള എത്നിസിറ്റിയിലുള്ള ആൾക്കാരുടെ പട്ടാളത്തിൽ നിന്നും നേരിട്ടത്. അതായത് എത്നിക് ഫോഴ്സസും ഡെമോക്രാറ്റിക് ഫോഴ്സസും അവിടുത്തെ പട്ടാളത്തിനെതിരെ തിരിഞ്ഞതും
അതിൽ വലിയ വിജയം അവിടുത്തെ പല മേഖലകളിലും ഈ ഡെമോക്രാറ്റിക് ഫോഴ്സസിനും അവിടുത്തെ എത്തനിക് ഫോഴ്സസിനും നേടാൻ കഴിഞ്ഞതും ഒക്കെ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ മ്യാൻമറിലും അഗെയിൻ പ്രോബ്ലം ആണ്. ഇനി ശ്രീലങ്കയിലാണെങ്കിൽ സെപ്റ്റംബർ 21 ഇലക്ഷൻ നടക്കാൻ പോയാണ്. അപ്പം ബിംസ്റ്റെക്കിലെ മിക്കവാറും രാജ്യങ്ങളിലെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ 4 ബിംസ്റ്റെക്കിന്റെ മീറ്റിംഗ്, സെപ്റ്റംബർ 4 ബിംസ്റ്റെക്കിന്റെ മീറ്റിംഗ് ഇതേ തായ്ലൻഡിലെ ബാങ്കോക്കിൽ വെച്ച് നടത്താനിരുന്നതാണ്. ആ മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്യപ്പെടുമെന്നുള്ള പേടിയുണ്ട്. കാര്യം തായ്ലൻഡിൽ ഭരണമാറ്റം വരുന്നു, ശ്രീലങ്കയിൽ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കാൻ പോകുന്നു, ബംഗ്ലാദേശിൽ പ്രശ്നം, മ്യാൻമറിലെ പ്രശ്നം. അതുകൊണ്ട് ഈ പറഞ്ഞ സെപ്റ്റംബർ 4 മീറ്റിംഗ് നടക്കുമോ എന്നുള്ളൊരു ഡൗട്ട്. ബിംസ്റ്റെക്കിന്റെ സമ്മിറ്റ്, ആ ബിംസ്റ്റെക് സമ്മിറ്റിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മോഡി ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് സെപ്റ്റംബർ 4. അപ്പം അത് നടക്കുമോ എന്നൊരു ഡൗട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. നടക്കണം, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നാണ് നീ പറഞ്ഞ കാര്യം. പ്രധാനപ്പെട്ട പല എഗ്രിമെന്റുകളും അതിനുവേണ്ടി ഫൈനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ രാജ്യങ്ങളുടെ ഇടയിൽ, ബിംസ്റ്റെക് രാജ്യങ്ങളുടെ ഇടയിൽ ഡിജിറ്റൽ പേയ്മെന്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള നമ്മളെ UPI പേയ്മെന്റ് ഒക്കെ മിക്കവാറും എല്ലാ ബിംസ്റ്റെക് രാജ്യങ്ങളും നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കണക്ടിവിറ്റി ഈ രാജ്യങ്ങളുടെ ഇടയിൽ, ഇപ്പം ഇന്ത്യയിലെ കൊൽക്കട്ടയിൽ നിന്ന് മ്യാൻമർ വഴി തായ്ലൻഡിലേക്ക് ഒരു റോഡ് പ്രോജക്ട് വരുന്നുണ്ട്. അപ്പൊ റോഡ് മാർഗമുള്ള കണക്ടിവിറ്റി, അതുപോലെ മാരിടൈം കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളുടെ ഇടയിലെ സീ മാർഗമുള്ള കോഓപ്പറേഷനെ കുറിച്ച് അങ്ങനെ എല്ലാം നെഗോഷിയേറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ അതെല്ലാം നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് സമയബന്ധിതമായിട്ട് ടൈം ബൗണ്ട് ആയിട്ട് നടക്കണം. അപ്പം അതാണ് ഈ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പിന്നെ പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിൾസ് ഉണ്ട്. ഒരു ആർട്ടിക്കിൾ ദ എസൻസ് ഓഫ് ഇന്ത്യസ് ഇൻഫ്ലേഷൻ പ്രോബ്ലം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഇത് എന്തിനെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞത്, ബാക്കി നിങ്ങൾ വായിച്ചോളുക. ദ എസൻസ് ഓഫ് ഇന്ത്യസ് ഇൻഫ്ലേഷൻ പ്രോബ്ലം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ, ഈ ഇടയ്ക്ക് ഈ ബഡ്ജറ്റിന് മുമ്പ് വരുന്ന സംഭവമാണല്ലോ എക്കണോമിക് സർവേ എന്ന് പറയുന്നത്. ബഡ്ജറ്റിന് മുമ്പ് വന്ന എക്കണോമിക് സർവേയിൽ ഒരു സജഷൻ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫുഡ് ഇൻഫ്ലേഷൻ ഒഴിവാക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിനു മുമ്പേ ഞാൻ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് 2 ഇൻഫ്ലേഷനായി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റീറ്റെയിൽ ഇൻഫ്ലേഷനും വേറൊന്ന് ഹോൾസെയിൽ ഇൻഫ്ലേഷനും. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന CPI ഉപയോഗിച്ചാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ച്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന WPI ഉപയോഗിച്ചാണ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ച്. ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഇൻഫ്ലേഷൻ നമ്മൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ അതായത് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നുള്ള പേരിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ. ഇപ്പൊ അത് 3.something% ആയിട്ട് കുറഞ്ഞു, 3.6 ആണെന്ന് കരുതിക്കോ. എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ഫിഗർ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട്. 3.6 ആണെന്ന് കരുതിക്കോ, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. ആ 3.6% എന്ന് പറയുന്ന CPI കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫ്ലേഷൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോഴത്തെ ഓവറോൾ ഇൻഫ്ലേഷൻ, അതാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ നിന്ന് ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും സബ്സ്ട്രാക്ട് ചെയ്താൽ, ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ നിന്ന് ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും സബ്സ്ട്രാക്ട് ചെയ്താൽ ബാക്കി കിട്ടുന്ന ഇൻഫ്ലേഷന് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയും. കോർ ഇൻഫ്ലേഷൻ എന്ന് പറയും. നമ്മളുടെ എക്കണോമിക് സർവേ പ്രിപ്പയർ ചെയ്യുന്ന ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ ആണ്. ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ അനന്ത നാഗേശ്വരനാണ്. അപ്പോ നമ്മളുടെ എക്കണോമിക് സർവേ പ്രിപ്പയർ ചെയ്യുന്നത് ചീഫ് എക്കണോമിക് അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്, അത് അനന്ത നാഗേശ്വരനാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലുള്ളത് കോർ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇനി മുതൽ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും കൂടെ ചേരുന്നതാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. ഈ ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് ട്രാൻസിറ്ററി ഇൻ നേച്ചർ. അതായത് ഈ ഫുഡ് ഇൻഫ്ലേഷൻ എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഇപ്പൊ അത് ഓൾമോസ്റ്റ് 10% നിൽക്കുകയാണ് ഇന്ത്യയുടെ ഫുഡ് ഇൻഫ്ലേഷൻ. അതായത് ഇത് എന്തൊക്കെ ചെയ്താലും ഫുഡ് ഇൻഫ്ലേഷൻ ചിലപ്പോൾ നല്ലോണം സ്പൈക്ക് ചെയ്യും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുറയും എന്നാണ് ഈ ട്രാൻസിറ്ററി നേച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, പെട്ടെന്നൊരു മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും കൂടുതൽ വലിയ മൺസൂൺ ഉണ്ടായാൽ, അതൊരു ഫ്ലഡിലൊക്കെ ക്രിയേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നേക്കാളും വലിയ ഡ്രൗട്ട് സിറ്റുവേഷൻ ഉണ്ടായാൽ എപ്പോഴും ഫുഡിനെ, എസ്പെഷ്യലി വെജിറ്റബിൾസിനെയൊക്കെ ആയിരിക്കും അത് അഫക്ട് ചെയ്യുന്നത്. സോ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ RBI പോലുള്ള രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ, ഇന്ത്യയിൽ മാത്രമല്ല ഏത് രാജ്യത്തെ സെൻട്രൽ ബാങ്കുകൾ ശ്രമിച്ചാലും അത് പലപ്പോഴും ട്രാൻസിറ്ററി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് ഇൻഫ്ലേഷൻ ഇതിന്റെ കൂടെ ചേർത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത്ര ശരിയായ നടപടി അല്ല എന്നാണ് എക്കണോമിക് സർവേയിൽ പറയുന്നത്. പക്ഷേ അതിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അവര് ഈ ആർട്ടിക്കിളിൽ ഓപ്പൺലി ആ ഒരു സജഷനെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് വിൽ ക്രിയേറ്റ് മോർ പ്രോബ്ലംസ് ഫോർ അവർ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സംഭവം, അതായത് ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുള്ള ബാക്കി ഇൻഫ്ലേഷൻ, അത് മാത്രം നോക്കിയാലും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയില് 2016
ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് RBIക്ക് ഒരു മാൻഡേറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നത്. ആ മാൻഡേറ്റ് എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം. നമ്മളുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ 4+or-2 നിലനിർത്തണം എന്നാണ്. 4+or-2 നിലനിർത്തണം. അപ്പൊ 4 ആണ് ഐഡിയൽ ആയിട്ട് വെച്ചേക്കുന്നത്. 4 എത്തിക്കണം. പക്ഷേ കോർ ഇൻഫ്ലേഷൻ എടുത്ത് നോക്കിയാലും കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ഇപ്പൊ 2016 തൊട്ട് 2024 വരെയുള്ള ഇയേഴ്സ് എടുത്ത് നോക്കിയാൽ അതിൽ ഒരു വർഷം മാത്രമേ കോർ ഇൻഫ്ലേഷൻ ഇഫക്റ്റീവ്ലി ഈ 4%-ലോ അല്ലെങ്കിൽ അതിൽ താഴെയോ നിലനിർത്താൻ RBIക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഈ ഓതേഴ്സ് പറയുന്നത്. കോർ ഇൻഫ്ലേഷൻ മാത്രം നോക്കിയാൽ പോലും ഫുഡ് ഇൻഫ്ലേഷൻ എടുത്ത് ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. ഫുഡ് ഇൻഫ്ലേഷൻ എടുത്ത് മാറ്റിയിട്ട് കോർ ഇൻഫ്ലേഷൻ മാത്രം നോക്കാമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ഇഫക്റ്റീവ്ലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മോണിറ്ററി പോളിസിയിൽ കോർ ഇൻഫ്ലേഷൻ പോലും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയിട്ടില്ല എന്നാ പറയുന്നത്. അപ്പം അത് എപ്പോഴും അത് പക്ഷെ ഇന്ത്യയുടെ മാത്രം പ്രോബ്ലം അല്ല. എൻ്റെ അകത്ത് പറയുന്നുണ്ട് USA സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് 2%-ലാണ് അവരുടെ ഇൻഫ്ലേഷൻ നിലനിർത്തേണ്ടത്. 2%. പക്ഷെ അത് 8% ടച്ച് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. അപ്പം അമേരിക്കയുടെ പോലും സെൻട്രൽ ബാങ്ക് അതിൽ പരാജയമാണ്. ഇനി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ സെൻട്രൽ ബാങ്ക് അവരും ഓൾമോസ്റ്റ് എപ്പോഴും ഈ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ പരാജയമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ മിനിസ്ട്രി ഋഷി സുനാഗ് പ്രധാനമന്ത്രിയൊക്കെ പുറത്തു പോകേണ്ടിരുന്നത്. അവിടെ അത്രയും ഇൻഫ്ലേഷൻ ആയിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ ജീവിത ചെലവ് കൂടി. അപ്പൊ അത് കോർ ഇൻഫ്ലേഷൻ മാത്രം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും നടക്കുന്നില്ല എന്നുള്ളത് ആണ് ഒരു യാഥാർത്ഥ്യം. ഇനി കോർ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാണ് RBI ശ്രമിക്കുന്നത്? നമ്മളുടെ ഗവൺമെന്റ്, നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, ലോകമാകാനുള്ള എല്ലാ ബാങ്കുകളും സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം തകർന്നതിന് ശേഷം എപ്പോഴും സെൻട്രൽ ബാങ്കുകളുടെ റേറ്റ് ഉയർത്തിയാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. സെൻട്രൽ ബാങ്കുകളുടെ റേറ്റ് ഉയർത്തി. അത് ഇന്ത്യയുടെ കാര്യത്തിൽ റിപ്പോ റേറ്റ് ആണ്. സെൻട്രൽ ബാങ്ക് ഏത് റേറ്റാണ് ഉയർത്തുന്നത്? റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ആ രാജ്യത്തെ മറ്റ് ബാങ്കുകൾക്ക് ഷോർട്ട് ടൈം ലോൺസ് കൊടുക്കുമ്പോൾ അതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. അപ്പൊ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടുന്ന ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും. ആ ലോൺ കൊടുക്കുക അത് ഷോർട്ട് ടൈം ലോൺ ആണെങ്കിൽ അതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് മുമ്പ് 4% ഇപ്പോൾ അത് 6.5% ആക്കിയാ വെച്ചേക്കുന്നത്. 6.5% ആയിട്ട് റിപ്പോ റേറ്റ് ഉയർത്തി വെച്ചേക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇന്ത്യയിലെ കംപ്ലീറ്റ് ബാങ്കുകളുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആവും. അപ്പൊ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ ലോൺസ് എല്ലാം കോസ്റ്റ്ലി ആയില്ല. അപ്പൊ നമ്മൾ ലോൺ എടുക്കുന്നതൊക്കെ കുറയും. അപ്പൊ നമ്മളുടെ മാർക്കറ്റിൽ ലോൺ എടുക്കുന്ന കുറയുമ്പോൾ നമ്മൾ ലോൺ എടുത്ത് വീട് വാങ്ങാനും ലോൺ എടുത്ത് കാർ വാങ്ങാനും മറ്റ് പേഴ്സണൽ ലോൺസ് എടുത്ത് മറ്റ് കൺസംഷൻ നടത്താനും ഒക്കെയാണ് നമ്മൾ വാങ്ങുന്നത്. ഈ കൺസംഷൻ എല്ലാം കുറയും. എക്കണോമിയിലെ ഡിമാൻഡ് കുറയും. എക്കണോമിയിലെ ഡിമാൻഡ് കുറയുമ്പം ഇവരെന്ത് ചെയ്യും? കമ്പനീസിന്റെ ഡിമാൻഡ് എന്തായാലും കുറഞ്ഞു. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റിന്റെ പ്രൈസ് വീണ്ടും കൂട്ടും, അവരുടെ പ്രോഫിറ്റബിലിറ്റി അതുപോലെ നിലനിർത്താൻ വേണ്ടി. അപ്പൊ വീണ്ടും മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ അല്ലേ ഉണ്ടാവുള്ളൂ. പ്രോഡക്റ്റിന്റെ പ്രൈസ് വീണ്ടും കമ്പനികൾ കൂട്ടിയിരിക്കുക അവരെ പ്രോഫിറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും ഈ റിപ്പോ റേറ്റ് ഹൈക്ക് ചെയ്യുന്ന വഴി കോർ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ ആ ഒരു ഡിസൈഡ് ഇഫക്റ്റ് കിട്ടാത്തൊരു കാരണമാണ് ഇതിൽ എക്കണോമിസ്റ്റുകൾ പറയുന്നത്. ഞാനൊരു എക്കണോമിസ്റ്റ് അല്ല, ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അല്ല, ഞാനൊരു എക്കണോമിസ്റ്റ് അല്ല, ഞാൻ BTech പഠിച്ച സാധാരണ ഒരാളാണ്. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, ഇതിന്റെ ശരി തെറ്റുകൾ ഇതിൽ എക്കണോമിക്സ് പഠിച്ച ആൾക്കാർ കാണും, അവർക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻഫ്ലേഷൻ കൂടിക്കുന്ന സമയത്ത് ഈ കമ്പനികളുടെ ഇൻപുട്ട് കോസ്റ്റും കൂടുതലായിരിക്കും. ഇൻപുട്ട് കോസ്റ്റ് വേറെ രീതിയിലും കൂടും. അതായത് ഇപ്പം ഈ കംപ്ലീറ്റ്ലി നമ്മളുടെ ഈ ഫുഡ് ഇൻഫ്ലേഷനെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കോർ ഇൻഫ്ലേഷനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഇതിൽ അവർ സമർത്ഥിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഈ ഫുഡ് ഇൻഫ്ലേഷൻ നമ്മൾ മാറ്റി നിർത്തുന്നു. ഫുഡ് ഇൻഫ്ലേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യാതെ ഈ പറഞ്ഞ ഇതിനെ മാത്രം കൺട്രോൾ ചെയ്യുന്നു, കോർ ഇൻഫ്ലേഷനെ. പക്ഷേ ആ കോർ ഇൻഫ്ലേഷനെ പോലും അഫക്ട് ചെയ്യുന്ന ഘടകമാണ് ഫുഡ് ഇൻഫ്ലേഷൻ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആവറേജ് ഇന്ത്യൻ ഫാമിലിയുടെ എക്സ്പെൻഡിച്ചർ ഫുഡിന് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് 50% ആണെന്ന് പറയുന്നത്. അവരുടെ മൊത്തം വരുമാനത്തിന്റെ 50%-ഓളമാണ് ഫുഡിന് വേണ്ടി ഒരു ആവറേജ് ഇന്ത്യൻ ഫാമിലി സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതേസമയത്ത് അമേരിക്ക പോലുള്ള ഡെവലപ്ഡ് കൺട്രീസിന് അത് അവരുടെ മൊത്തം വരുമാനത്തിന്റെ 10% താഴെ മാത്രമാണ്. അപ്പൊ ഇന്ത്യയിൽ അത് 50%-ഓളം. അപ്പം ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഫുഡ് ഇൻഫ്ലേഷൻ തന്നെ മാറ്റി നിർത്താൻ ശരിയല്ല എന്നുള്ളത് അതിൽ തന്നെ മനസ്സിലാക്കുക. കാരണം എന്താ, ഫുഡ് ഇൻഫ്ലേഷൻ അത്രത്തോളം വൈറ്റലാണ് ഇന്ത്യക്കാരനെ സംബന്ധിച്ച്. അപ്പൊ ഫുഡ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവൻ പോവർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം അവന്റെ വരുമാനത്തിന്റെ 50%, മറ്റു രാജ്യങ്ങളിൽ 10% സ്പെൻഡ് ചെയ്യുമ്പോൾ വരുമാനത്തിന്റെ 50% ഫുഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ അവൻ പോവർട്ടിയിലേക്ക് പോകും, ഇന്ത്യയിലെ മെജോറിറ്റി ഫാമിലീസും. അതൊരു കാര്യം.
രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞു, ഈ ഫുഡ് ഇൻഫ്ലേഷൻ ഈ ഏതാണ്ട് 50% ആയ ഒരു ഫാമിലിയുടെ എക്സ്പെൻഡിച്ചർ ഫുഡിന്റെ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് തന്നെ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുമ്പം ലേബേഴ്സിന്റെ കോസ്റ്റ് സാലറിയും കൂട്ടേണ്ടി വരും, ലേബേഴ്സിന്റെ വേജ് കൂട്ടേണ്ടി വരും. കമ്പനീസ് ഫുഡ് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ലേബേഴ്സിന്റെ വേജ് കൂട്ടാൻ നിർബന്ധിതരാകും. അങ്ങനെ ലേബേഴ്സിന്റെ വേജ് കൂട്ടിയാൽ അതും അവരുടെ ഇൻപുട്ട് കോസ്റ്റിൽ വരുന്ന സാധനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ലേബേഴ്സിന്റെ വേജ് കൂടി, ഫുഡ് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ലേബേഴ്സിന്റെ വേജ് കൂടുന്നു, അത് അവരുടെ ഇൻപുട്ട് കോസ്റ്റ് കൂടുന്നു. അപ്പൊ അൾട്ടിമേറ്റ്ലി അത് അവർ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ആ എക്സ്ട്രാ കോസ്റ്റ് പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ആയിട്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഫുഡ് ഇൻഫ്ലേഷൻ ഇൻഡയറക്ട്ലി നമ്മളുടെ കോർ ഇൻഫ്ലേഷനെയും അവിടെ അഫക്ട് ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷനെ പിന്നീട് കൺട്രോൾ ചെയ്യാതെ വിട്ടാലും ആ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ നമ്മളുടെ മറ്റേ സൈഡിലുള്ള ഇൻഫ്ലേഷനും ഇൻഡയറക്ട്ലി കൂടുന്നു എന്നാണ് എഴുതി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാതെ വിടുക എന്ന് പറയുന്നത്, ഫുഡ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാതെ വിടുക എന്ന് പറയുമ്പോൾ ഈ എക്കണോമിക് സർവേയിൽ അവർ പറയുന്ന സജഷൻ എന്ന് പറയുന്നത് ഫുഡ് ഇൻഫ്ലേഷനെ മാറ്റി നിർത്തുന്നു, ബാക്കി കോർ ഇൻഫ്ലേഷൻ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഫുഡ് ഇൻഫ്ലേഷന് ഫാമിലീസിന് പിന്നീട് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മോണിറ്ററി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്നാണ്. അതായത് പണം ട്രാൻസ്ഫർ ചെയ്യണം, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അല്ല, അവർക്ക് ക്യാഷ് ട്രാൻസ്ഫർ കൊടുക്കണം, ക്യാഷ് ട്രാൻസ്ഫർ പാവപ്പെട്ട ഫാമിലീസിന്. അപ്പൊ ആ ക്യാഷ് ഉപയോഗിച്ച് അവർ ഈ ഫുഡ് ഇൻഫ്ലേഷനെ ഓവർകം ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതൊരു ഇഫക്റ്റീവ് സ്ട്രാറ്റജി അല്ല എന്ന് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അത് മാത്രമല്ല, അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇൻഫ്ലേഷൻ അനുസരിച്ചാണ് പലപ്പോഴും ഈ ക്യാഷ് ട്രാൻസ്ഫർ നടത്തുന്നത്. ഇൻഫ്ലേഷൻ അനുസരിച്ച് ക്യാഷ് ട്രാൻസ്ഫർ നടത്തുമ്പോൾ ഈ ഇൻഫ്ലേഷനേക്കാളും കൂടുതലായിരിക്കും പലപ്പോഴും ഫുഡ് ഇൻഫ്ലേഷൻ. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഇപ്പം 4% ഒക്കെ ഉള്ളൂ, പക്ഷേ ഫുഡ് ഇൻഫ്ലേഷൻ 10% ഉണ്ട്. അപ്പൊ ഇൻഫ്ലേഷന്റെ ബേസിൽ ക്യാഷ് ട്രാൻസ്ഫർ നടത്തിയാൽ ഫുഡ് ഇൻഫ്ലേഷൻ അതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ അത് അഡ്യൂക്കേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഇനി ഫുഡ് ഇൻഫ്ലേഷൻ അനുസരിച്ച് ക്യാഷ് ട്രാൻസ്ഫർ നടത്തി കൊടുക്കാന്ന് വിചാരിച്ചാൽ അത് അതിനേക്കാളും പ്രശ്നമാണ്. കാരണം നമ്മളുടെ ബഡ്ജറ്റിന്റെ അകത്ത് നിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇത് ഭയങ്കര എറാറ്റിക് അല്ലേ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ സമയത്ത് 25-30% ഒക്കെ പോകും ഈ തക്കാളിയുടെയും പിന്നീട് പൊട്ടറ്റോയുടെ ഒക്കെ പ്രൈസിന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത്. അതനുസരിച്ച് അപ്പോഴെല്ലാം നമ്മളെ ഫാമിലീസിന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്താൽ നമ്മളെ ബഡ്ജറ്റിന്റെ കംപ്ലീറ്റ് ഫിസിക്കൽ മാത്തമാറ്റിക്സും തെറ്റിപ്പോകും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പിന്നെ ഇതിന് എന്താണ് സൊല്യൂഷൻ? ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം ഫുഡ് ഇൻഫ്ലേഷനും കൂടെ ഈ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് തന്നെ നമ്മളെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ഫുഡ് ഇൻഫ്ലേഷനോട് ചേർത്തുകൊണ്ടുള്ള അത് അങ്ങനെ തന്നെ പോവുക. രണ്ടാമത്തെ കാര്യം, ഈ ഫുഡ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, സപ്ലൈ സൈഡ് ഇഷ്യൂസിനെ മാനേജ് ചെയ്യുക. സപ്ലൈ സൈഡ് ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രീൻ റെവല്യൂഷനൊക്കെ എഫക്റ്റീവായിട്ട് നടപ്പാക്കിയ ഒരു രാജ്യമാണ്. നമ്മൾ വീറ്റിന്റെയും റൈസിന്റെയും പ്രൊഡക്ഷൻ ഒക്കെ ഭയങ്കരമായിട്ട് അതുവഴി കൂട്ടി. പക്ഷെ നമ്മൾ വെജിറ്റബിൾസിന്റെയും പൾസസിന്റെയും പ്രൊഡക്ഷൻ അതുപോലെ കൂടാത്തതാണ് പ്രശ്നം. അപ്പൊ ഈ വെജിറ്റബിൾസിന്റെയും പൾസസിന്റെയും പ്രൊഡക്ഷൻ കൂടാത്തതിന് പല കാരണങ്ങളുണ്ട്. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിൽ നെക്സ് കണ്ടെത്തിയിട്ട് അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പൊ വെജിറ്റബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് ഫാമേഴ്സിന്റെ നിന്ന് സംഭരിച്ച് കറക്റ്റ് പ്രൈസിൽ നമ്മളുടെ റീറ്റെയിലേഴ്സ് വഴി കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം പോലും ഇന്ത്യയിൽ പലയിടത്തും ഇല്ല. അതിനുവേണ്ടിയിലാണ് ഇപ്പം ഈ ഗതിശക്തി പ്രോജക്ട് എന്നൊക്കെ പറഞ്ഞ ഗവൺമെന്റിന്റെ പ്രോജക്ട് കൊണ്ടുവന്നിട്ട് ട്രാൻസ്പോർട്ട് ഈ പ്രൊഡക്ഷൻ സൈറ്റുകൾക്ക് അടുത്ത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ഒപ്പം കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസും ഒക്കെ കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് കറക്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ഇന്റർവെൻഷൻ നടത്തിയാലേ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഫസ്റ്റ് ഈ ഒരു എഡിറ്റോറിയൽ. അത് ഒത്തിരി മനസ്സിലാക്കി വായിക്കേണ്ട ഒരു എഡിറ്റോറിയലാണ്. എന്തായാലും നിങ്ങൾ വായിച്ചു മനസ്സിലായിക്കോളൂ. അതിന്റെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇൻഷുറിംഗ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ദ ബ്യൂറോക്രസി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളാണ്. സത്യത്തിൽ ഇത് വായിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം വേറൊന്നും അല്ല, ഇത് നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ലാതെ ഈ പറഞ്ഞേക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാര്യം വേറൊന്നും അല്ല, രാഹുൽ ഗാന്ധി ഈ ഇടയ്ക്ക് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ നടത്തിയ IRS ഓഫീസേഴ്സിന്റെ കൂട്ടത്തില് SC/ST കാറ്റഗറി എന്നുള്ള ഒരാൾ പോലും ഇല്ലെന്നും OBC കാറ്റഗറിയിലുള്ള ഒരാൾ മാത്രമേ ഉള്ളെന്നും അപ്പർ കാസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അതിനുണ്ടായിരുന്നതെന്നും പറഞ്ഞു. അപ്പൊ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നാണ് ഇതിൽ ഒരാള് വിവേക് ഖഡ്ജു എന്ന് പറഞ്ഞ പഴയ ഒരു റിട്ടയർഡ് IFS ഓഫീസർ എഴുതിയേക്കുന്നത്. അദ്ദേഹം പറഞ്ഞേക്കെന്ന് വെച്ചാല്, നമുക്കറിയാം UPSC വഴിയാണല്ലോ ഈ പറഞ്ഞ IAS-കാരും IRS-കാരും എല്ലാം ഉണ്ടാവുന്നത്. UPSC-യിൽ ഇപ്പൊ ജനറൽ കാറ്റഗറിക്കാർക്കാണെന്നുണ്ടെങ്കിൽ 6 തവണ എക്സാം എഴുതാൻ പറ്റും. അതേ സമയത്ത് OBC-കാർക്ക് 9 തവണ എക്സാം എഴുതാൻ പറ്റും. അതുപോലെ SC/ST-കാർക്ക് അങ്ങനെ നമ്പർ ഒന്നുമില്ല, എത്ര തവണ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഏജ് ക്രൈറ്റീരിയ മാത്രമേ അവർക്കുള്ളൂ. പിന്നീട് അതേ സമയത്ത് ഫിസിക്കലി ചലഞ്ചിലായിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ എനി നമ്പർ ഓഫ് ടൈംസ് എഴുതാൻ പറ്റും. അവർക്കും ഒരു ഏജ് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ഏജ് ക്രൈറ്റീരിയ എല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർ 21 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയാണ് പരീക്ഷ എഴുതുന്നത്.
OBC-കാര് പിന്നീട് 35 വയസ്സ് വരെയും SC/ST-കാർ 37 വയസ്സ് വരെയും എഴുതുന്നു. അപ്പൊ ഇവർക്ക് നമ്പർ ഓഫ് ചാൻസസ് എത്ര വേണമെങ്കിലും എഴുതാം. ഇവരുടെ ഏജും ഞാൻ കൂട്ടി വെച്ചേക്കുന്നു. അത് ഇനിയിപ്പം ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 42 വയസ്സ് വരെ എഴുതാം. ഇപ്പൊ ഇതേ പറഞ്ഞേക്കെന്ന് വെച്ചാൽ ഇവരുടെ ഏജ് ഇങ്ങനെ അപ്പർ ലിമിറ്റ് കൂട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ഇവർ മിക്കുള്ള ആൾക്കാർ അതിൽ തന്നെ ഒരു വിവരക്കേടുണ്ട്. മിക്കുള്ള ആൾക്കാരും ഇതിൽ ജോലി കയറുന്നത് ലേറ്റ് ആയിട്ടാണ് എന്നാണ്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ്, അതായത് ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാരെക്കാളും ലേറ്റ് ആയിട്ടാണ് ജോലി കയറുന്നത്. പക്ഷെ അത് അത് എപ്പോഴും എല്ലാ കേസിലും അങ്ങനെ ആയിക്കൊള്ളണമെന്നുണ്ടാ. ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാരെക്കാളും ലേറ്റ് ആയിട്ട് മാത്രമേ ഈ OBC-കാരും SC/ST-കാരും സർവീസിൽ കയറുള്ളൂ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ സംഭവിക്കാം കുറച്ചുപേരെ കേസിൽ. കുറച്ചുപേര് ആദ്യമേ തന്നെ എഴുതിയെടുക്കേണ്ടവർ. അപ്പം ഇവര് ഇങ്ങനെ ലേറ്റായി കയറുന്നതുകൊണ്ട് പ്രൊമോഷന്റെ ആസ്പെക്ട്, അതേസമയത്ത് ജനറൽ കാറ്റഗറിക്കാരുടെ ഏജ് 32 വയസ്സ് വരെ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് അവർ നേരത്തെ ഈ സർവീസിൽ കയറുന്നു. അപ്പം നേരത്തെ കയറുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ സർവീസ് കിട്ടും. റിട്ടയർമെന്റ് ഏജ് എല്ലാവർക്കും സെയിം ആണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കുറച്ച് സർവീസേ കിട്ടുന്നുള്ളൂ, OBC-കാർക്കും SC/ST-കാർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ നടക്കേണ്ട സമയത്ത് കൂടുതൽ സർവീസ് ഉള്ളവർക്ക് പ്രൊമോഷൻ കിട്ടുക. എപ്പോഴും ജനറൽ കാറ്റഗറിക്കാരെ പ്രൊമോഷനിൽ മുകളിൽ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ടോപ്പ് പൊസിഷനിലൊക്കെ അവർ വരും. OBC-കാരും SC/ST-കാരും ടോപ്പ് പൊസിഷനിൽ വരില്ല. ഇതിനൊരു പരിഹാരം ഈ പറഞ്ഞേക്കുന്ന കുറച്ച് വാസ്തവമുണ്ട്. പക്ഷെ അതിന് പരിഹാരം പറയുന്ന അദ്ദേഹം പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും ഒരു ഫിക്സഡ് ടെന്യൂർ കൊടുക്കണമെന്നാണ്. അതായത് ഇപ്പം ഒരു 30 years അല്ലെങ്കിൽ 35 years ഫിക്സ് ചെയ്തിട്ട് ഇപ്പൊ 35ാമത്തെ വയസ്സിലാണ് ഒരുത്തം കയറുന്നെങ്കിൽ അവ 70 ഇപ്പൊ 35 വർഷത്തെ സർവീസ് ഫിക്സ്ഡ് ആക്കി കൊടുത്താൽ 35ാമത്തെ വയസ്സിലാണ് ഒരുത്തം കയറുന്നെങ്കിൽ 70 വയസ്സിലെ അയാൾ റിട്ടയർ ആവും. 30 വയസ്സിൽ കയറുന്നവൻ 65 വയസ്സിൽ റിട്ടയർ ആവും. 20 വയസ്സിൽ കയറാൻ പറ്റില്ല. 21-22 വയസ്സിൽ കയറുന്നവൻ ഒരു പിന്നീട് 62 വയസ്സിൽ കയറും. 30 വർഷത്തെ സർവീസ് ആണെന്നുണ്ടെങ്കിൽ റിട്ടയർ ആവുന്ന, അല്ലെങ്കിൽ 50കളിൽ തന്നെ റിട്ടയർ ആവും. അങ്ങനെ ഒരു ഫിക്സഡ് ടെന്യൂർ ഓഫ് സർവീസ് കൊടുത്താൽ മാത്രമേ ഇവർക്ക് പ്രൊമോഷൻ കിട്ടി ഇവർ ടോപ്പിലെത്തൂ എന്നൊക്കെ ഒരു സജഷനൊക്കെയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പം അത് ഗവൺമെന്റ് ഒക്കെ അതിലൊക്കെ എന്താണ് തീരുമാനിക്കാൻ പോണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ആർട്ടിക്കിൾ ആണത്. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ 2 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ഒന്ന് ജമ്മു ആൻഡ് കാശ്മീരിലും വേറൊന്ന് ഹരിയാനയിലും. ജമ്മു ആൻഡ് കാശ്മീരിൽ 2019 ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞു എന്നൊക്കെ അറിയാം. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിനു ശേഷം ജമ്മു ആൻഡ് കാശ്മീരിൽ ലഡാക്ക് എന്നും JNK എന്നും 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറി. ഇപ്പൊ സ്റ്റേറ്റ് ഇല്ല, പക്ഷെ JNKക്ക് അസംബ്ലി ഉണ്ട്, ഡൽഹിയെയും പുതുച്ചേരിയും പോലെ. ആ അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ പിന്നീട് 2019 നടന്നിട്ടില്ല. നടത്തുമെന്ന് ഗവൺമെന്റ് പ്രോമിസ് ചെയ്തിരുന്നു. അതാണ് ഇപ്പൊ 2024 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത് October 1 അത് തീരും. 3 ഫേസസ് ആയിട്ട് September 18, September 25, പിന്നെ October 1 അങ്ങനെയാണെന്ന് തോന്നുന്നു ഷെഡ്യൂൾ. അതിനൊപ്പം ഹരിയാനയുടെ ഇലക്ഷനും October 1 നടക്കും. അത് ഒറ്റ ഷെഡ്യൂളിൽ തന്നെ. ഹരിയാന അങ്ങനെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത സ്റ്റേറ്റ് ആയതുകൊണ്ട് ഒറ്റ ഷെഡ്യൂളിൽ നടക്കും. ഇതൊക്കെ ഇന്നലെ അനൗൺസ് ചെയ്തേക്കുന്ന രാജീവ് കുമാറാണ്. അത് കഴിഞ്ഞ ഉടനെ അടുത്ത ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അത് മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ആൻഡ് അത് കഴിഞ്ഞ ഉടനെ ഡൽഹി. മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഒരുമിച്ച് നടന്നിട്ട് ഡൽഹി മിക്കവാറും സെപ്പറേറ്റ് ആയിരിക്കും നടക്കാൻ പോകണം. അപ്പൊ എന്തായാലും ഇപ്പം അനൗൺസ് ചെയ്തേക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരുടെയും അതുപോലെ ഹരിയാനയുടെ ഇലക്ഷനാണ്. അപ്പൊ JNKയില് ആണ് ഇതിൽ ഏറ്റവും ആൾക്കാർ ഉറ്റുനോക്കുന്ന ഇലക്ഷൻ എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിനു ശേഷമുള്ള ഫസ്റ്റ് ഇലക്ഷൻ ആണ്. അവിടുത്തെ പുതിയ ചീഫ് മിനിസ്റ്റർ ആവുന്നൊക്കെയുള്ള കാര്യം വളരെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ്, അദ്ദേഹത്തിന്റെ പേര് അവിടെ ഉണ്ട്. പിന്നെ ബാക്കി ഇവിടെ എല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകൾ, വേറെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ കൊൽക്കത്തയിലെ ഒരു ഡോക്ടറെ വളരെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയിലെ സ്ത്രീകൾ യഥാർത്ഥത്തിൽ എനിക്കൊരു മോളുള്ള ആളാണ്. നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. കാരണം പെൺകുട്ടികളുടെ ഈക്വൽ സിറ്റിസൺസ് അല്ലേ ഈ രാജ്യത്ത്. അവർക്ക് ഇവിടുത്തെ ആൺകുട്ടികളെ പോലെ പുറത്തിറങ്ങി നടക്കാനുള്ള അവകാശമില്ലേ? അവർക്ക് എല്ലാ ഫ്രീഡവും ഇല്ലേ? അവർ നമ്മളെ പോലുള്ള മനുഷ്യരല്ലേ? അവർക്ക് എല്ലാ സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ടത് ഇവിടുത്തെ ഭരണകൂട സംവിധാനങ്ങളാണ്. നിയമങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ റേപ്പ് കേസുകളിൽ പിടിക്കപ്പെടുന്ന പ്രതികൾ പോലും അവസാനം അവര് പിന്നീട് ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിക്കപ്പെട്ട ആൾക്കാർ പോലും പിന്നീട് എക്സോണറേറ്റ് ചെയ്യപ്പെട്ട് പുറത്തു പോകുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. കേരളത്തിൽ പോലും അതിന് ഉദാഹരണങ്ങളുണ്ട്. ഈ ട്രെയിനിലുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് തള്ളിയിട്ട് കൊന്നേക്കുന്നൊക്കെ അറിയാം. ആ പ്രതിക്ക് വധശിക്ഷ വിധിച്ചിട്ട് അവസാനം കോടതി തന്നെ ആ വധശിക്ഷ റദ്ദാക്കിയ ചരിത്രമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ നിയമത്തിലെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് പ്രതികൾ രക്ഷപ്പെടുന്നുണ്ടായിരിക്കും. ഇവനെയൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു പൊസിഷനിൽ പറഞ്ഞുകൂടെങ്കിലും എൻകൗണ്ടർ കില്ലിംഗ് നടത്തണം എന്തായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ സൗദിയിലേക്ക് പോലുള്ള നിയമങ്ങൾ, ഇതുപോലുള്ള
നിയമത്തിന്റെ നൂലാമാലകൾ ഉപയോഗിച്ച് ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ. എന്തായാലും കൊൽക്കത്തയിൽ അത് വൻ പ്രതിഷേധം. ഇതിന്റെ പേരിൽ ഇന്ത്യ മുഴുവനും ഡോക്ടേഴ്സ് ഇന്ന് പ്രൊട്ടസ്റ്റ് ആണ്. IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു ദിവസത്തെ സ്ട്രൈക്ക് ഒക്കെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ന്യൂസ് ആണ് ഇതിന് ഫുൾ ഉള്ളത്. പിന്നെ ഇന്ത്യയിലെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു ന്യൂസും ഇതിനകത്ത് കാണാം. ഞാൻ ഇന്നലെ പറഞ്ഞു, ആർട്ടിക്കിൾ 44 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തേക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്ക് അകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത്. പിന്നെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മുഹമ്മദ് യൂനിസിനെ വിളിച്ച് സംസാരിച്ചതും ബംഗ്ലാദേശിൽ ഹിന്ദുസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന അറ്റാക്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് സംസാരിച്ചതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. മുഹമ്മദ് യൂനിസ് ആണല്ലോ ചീഫ് അഡ്വൈസർ ടു ദ ഇന്റരിം ഗവൺമെന്റ് ഇൻ ബംഗ്ലാദേശ്. അപ്പോൾ മുഹമ്മദ് യൂനിസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൈക്രോ ഫിനാൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് ആണ്. മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളൊക്കെ പോലുള്ള പദ്ധതികൾ. അപ്പൊ അതിൽ നിന്ന് വഴി കിട്ടുന്ന ലോണുകൾ, ചെറുകിട ലോണുകളുണ്ടല്ലോ, അത് ആൾക്കാരുടെ ലൈഫിൽ, പാവപ്പെട്ടവരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംവിധാനമാണ് മൈക്രോ ഫിനാൻസ്. ആ മൈക്രോ ഫിനാൻസിംഗ് ലോകത്ത് ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഇദ്ദേഹമാണ് മുഹമ്മദ് യൂനിസ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഫോർ പീസ് 2006 അതിന്റെ പേര് കിട്ടിയിരുന്നു. പിന്നെ ഇന്ത്യയിൽ ഇപ്പൊ പുതിയൊരു സിസ്റ്റം, ഇന്നലെ ഞാൻ നിങ്ങളുടെ ഇതുപോലെ ഒരു സിസ്റ്റം പറഞ്ഞായിരുന്നു, കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ് DSS എന്നൊരു സംഭവം ഇന്നലെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ലോഞ്ച് ചെയ്തു. അഗ്രികൾച്ചർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. DSS എന്ന് പറഞ്ഞാൽ കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അത് ഡിജിറ്റൽ ഒരു ജിയോ സ്പേഷ്യൽ പ്ലാറ്റ്ഫോം ആണ്. അതിന്റെ സഹായത്തോടു കൂടി വെതർ പാറ്റേണിനെ കുറിച്ച്, സോയിൽ കണ്ടീഷനെ കുറിച്ച്, ക്രോപ്പ് ഹെൽത്തിനെ കുറിച്ച് എല്ലാം അഡ്വൈസ് കർഷകർക്ക് കിട്ടും. അതുപയോഗിച്ച് ഇഫക്റ്റീവ്ലി കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് കൃഷി നടത്താനൊക്കെ പറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സെൻട്രൽ ഗവൺമെന്റ് പുതിയ സംഭവമാണ് കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്നാണ്. അതിന്റെ മുന്നായിട്ട് കൃഷി എന്നും കൂടെ ഉണ്ട്, DSS. പിന്നെ കുറെ IAS ഓഫീസേഴ്സിന്റെ ഒക്കെ പൊസിഷൻസ് ഒക്കെ ഗവൺമെന്റ് ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതിനെ കുറിച്ചുണ്ടായിരുന്നു, കാണാൻ പഠിക്കും. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇന്ത്യയുടെ സെബിയുടെ ചീഫ് നേരിടുന്ന ആരോപണങ്ങളുണ്ടല്ലോ. ഹിൻഡൻബർഗ് പുതിയ കുറച്ച് പിന്നീട് സീക്രട്സ് വെളിപ്പെടുത്തി എന്നുള്ള രീതിയിൽ കുറെ റിപ്പോർട്ട്സ് ആയി കൊണ്ടുവന്നിട്ടുണ്ട്. സെബിയുടെ ചീഫിനെ അഗേൻസ്റ്റ് ആണ് മെയിനായിട്ട് അവർ ടാർഗറ്റ് ചെയ്തത്. സെബിയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബിയുടെ ഇപ്പോഴത്തെ ചീഫ് മാധബി പുരി ബുച്ച് ആണ്. ഫസ്റ്റ് വുമൻ ചീഫ് ഓഫ് സെബി ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പക്ഷെ ഈ ആരോപണങ്ങളൊക്കെ വന്നില്ല. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് തെല്ലും ഗൗനിച്ചിട്ടില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ സെൻസെക്സ് ഒക്കെ നല്ല രീതിയിൽ ഉയർന്നു. സെൻസെക്സ് എന്ന് പറഞ്ഞാല് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ്, സെൻസിറ്റീവ് ഇൻഡെക്സ്. സെൻസെക്സ് എന്ന് പറയുന്നത് സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 50 ഷെയർസ് ഉപയോഗിച്ചാണ് സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആയ നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 50 ഷെയർസ് ഉപയോഗിച്ചാണ്. നിഫ്റ്റി 50 എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ. പിന്നെ MCLR എന്ന് പറയുന്ന സംഭവം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. MCLR എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ലെൻഡിങ് റേറ്റ് എന്നാണ്. മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ് എന്ന് പറയും. മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്, MCLR. വേറെ ഒന്നുമല്ല, ബാങ്കുകൾ ഒരു ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാം. അവർ കൊടുക്കുന്ന ലോണിന് മുമ്പ് ബേസ് റേറ്റ് എന്നുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ബേസ് റേറ്റ്, അതായത് ഒരു ബാങ്കിന് ലോൺ കൊടുക്കാൻ പറ്റുന്ന, പബ്ലിക്കിന് ലോൺ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് ബേസ് റേറ്റ്. അവരുടെ സ്റ്റാഫിനൊക്കെ അതിലും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കാം ലോൺ. അതേസമയത്ത് പബ്ലിക്, നമ്മുടെ പോലുള്ള പബ്ലിക്കിന് ഒരു ബാങ്ക് ലോൺ കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബേസ് റേറ്റ് എന്ന് പറയുന്നത്. ബേസ് റേറ്റ് മുൻകൂട്ടി ബാങ്കുകൾ ഡിക്ലെയർ ചെയ്യണം. ആ ബേസ് റേറ്റ് മാറ്റിയിട്ട് കൊണ്ടുവന്ന പുതിയ സംവിധാനമാണ് MCLR, മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്. ബേസ് റേറ്റിന്റെ സമാനം തന്നെയാണ്, വേറെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. അതും ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ്, ഒരു ബാങ്കിൽ ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് MCLR എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 6.6% ആണെന്ന് NSSO പറഞ്ഞിരിക്കുന്നത്. NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, അവർ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 6.6% ആണെന്ന്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, തായ്ലൻഡിന്റെ പുതിയ പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് ഇവിടെ കാണാം. 37 years old ആയിട്ടുള്ള യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് തായ്ലൻഡ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ ഗാസയിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങളെ കുറിച്ചും യുക്രൈൻ റഷ്യ വാറിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകൾ അവിടെ കാണാം. വേറൊന്നും അവിടെ പറയാനില്ല. ഏഷ്യയിലെ ആദ്യത്തെ MPOX കേസസ് പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിലാണ് ഇങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ്. പോളിയോ കേസസ് ഓൾറെഡി ലോകം മുഴുവൻ ഇറാഡിക്കേറ്റ് ചെയ്തത്. ഇപ്പൊ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലൊക്കെ പോളിയോ ഫ്രീ ആണ്. അതുപോലെ MPOX കേസസ് ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലാണ്. ഏഷ്യയിൽ
ആഫ്രിക്കയിൽ ഓൾറെഡി ഉണ്ട്, പണ്ട് യൂറോപ്പിലും ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇന്നലെ മോഡി ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുമായിട്ട് ടെലിഫോൺ സംഭാഷണം നടത്തിയതിനെ കുറിച്ചുള്ള ന്യൂസും ഉണ്ട്. അതുപോലെ ക്രൊയേഷ്യയിൽ മിലിറ്ററി സർവീസ് കമ്പൽസറി ആക്കാൻ തീരുമാനിച്ചു. മിലിറ്ററി സർവീസ്, ഇന്ത്യയിൽ മിലിറ്ററി സർവീസ് കമ്പൽസറി ആണെങ്കിൽ നമ്മളെല്ലാം മിലിറ്ററി പോയി കുറച്ചു കാലം ജോലി ചെയ്യണമായിരുന്നു. അങ്ങനെയല്ല, പക്ഷെ ക്രൊയേഷ്യയിലൊക്കെ പോപ്പുലേഷനൊക്കെ കുറവായിട്ട് അവിടെയൊക്കെ മിലിറ്ററി സർവീസ്, ഇസ്രായേലിലൊക്കെ മിലിറ്ററി സർവീസ് കമ്പൽസറി ആണ്. പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജില് പാരീസില് പാരാലിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. പാരാലിമ്പിക്സ് എപ്പോഴും ഒളിമ്പിക്സ് നടക്കുന്ന അതേ വെന്യൂല് ഒളിമ്പിക്സ് കഴിഞ്ഞതിന് ശേഷമാണ് പാരാലിമ്പിക്സ് നടക്കുന്നത്. പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒളിമ്പിക്സ് ആണ്. അതിൽ ഇന്ത്യ മിക്കവാറും നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യവും ഇന്ത്യയുടെ വലിയൊരു കണ്ടിൻജന്റ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വിനേഷ് ഫോഗട്ടിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകൾ അവിടെ ഉണ്ട്. പിന്നെ സ്പോർട്സ് പേജിൽ വെറുതെ വേറൊന്നും പറയാനൊന്നുമില്ല സ്പോർട്സ് പേജിൽ. പിന്നെ നമ്മളെ മറ്റ് മെയിൻ പേജിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജമ്മു ആൻഡ് കാശ്മീരിലെ ഇലക്ഷനെ കുറിച്ചും ഹരിയാനയിലെ ഇലക്ഷനെ കുറിച്ചും ഒക്കെ കാണാം. സെപ്റ്റംബർ 18 ജമ്മു ആൻഡ് കാശ്മീരിലെ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ, സെപ്റ്റംബർ 25 അടുത്ത ഫേസ് നടക്കും, ഒക്ടോബർ 1 ലാസ്റ്റ് ഫേസ് നടക്കും, ഒക്ടോബർ 4 കൗണ്ടിങ് നടക്കും. അപ്പോൾ ഒക്ടോബർ 4 അറിയാൻ പറ്റും ആര് ജയിച്ചെന്ന്. പിന്നെ ഇന്നലെ നാഷണൽ ഫിലിം അവാർഡ്സ് ഡിക്ലെയർ ചെയ്തതിനെ കുറിച്ചുണ്ട്. ബെസ്റ്റ് ഫിലിം അവാർഡ്, ബെസ്റ്റ് ഫിലിം ആട്ടം എന്ന് പറയുന്ന മലയാളം സിനിമയ്ക്കാണ്, ആട്ടം. ബെസ്റ്റ് ആക്ടർ ഋഷഭ് ഷെട്ടി. അതുപോലെ കാന്താര എന്ന് പറയുന്ന കന്നഡ മൂവിയിലെ ആക്ടിങ്ങിനാണ് ഋഷഭ് ഷെട്ടിക്ക് ബെസ്റ്റ് ആക്ടിനുള്ള അവാർഡ് കിട്ടി. ബെസ്റ്റ് ആക്ട്രസ് നിത്യ മേനോൻ തിരുച്ചിത്രമ്പലം എന്ന് പറയുന്ന തമിഴ് മൂവിക്ക്. അതുപോലെ മാനസി പരേഖ് കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന ഗുജറാത്തി മൂവിക്ക്. അപ്പൊ 2 നടിമാരുണ്ട് ബെസ്റ്റ് ആക്ടർ ഫീമെയിൽ, നിത്യ മേനോനും മാനസി പരേഖ്. പിന്നെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ കുറെ വർഷങ്ങൾക്ക് ശേഷം AR റഹ്മാന് കിട്ടി. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അത് നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി. പിന്നെ ഈ പേജിലെ മറ്റ് ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ള പൊളിറ്റിക്സ് ആണ്. ബാക്കി നെക്സ്റ്റ് പേജുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ മുമ്പോട്ട് പോകുമ്പം ആകെ പറയാനുള്ളത് ISRO SSLV ISROയുടെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV D3 ഉപയോഗിച്ച് അവര് ഇന്ത്യയുടെ ഒരു പുതിയ സാറ്റലൈറ്റ് EOS-08 ലോഞ്ച് ചെയ്തു എന്നൊരു ന്യൂസ് കാണാം. EOS-08 എന്ന് പറഞ്ഞ ISROയുടെ സാറ്റലൈറ്റ് SSLV D3 എന്ന് പറയുന്ന ISROയുടെ മെയിൻ ലോഞ്ച് വെഹിക്കിൾസ് PSLVയും GSLVയും SSLVയാണ്. SSLV പുതിയതാണ്. സ്മോൾ സാറ്റലൈറ്റ്സിനെ മാത്രമേ ഇത് വെച്ച് ലോഞ്ച് ചെയ്യുള്ളൂ. ഈ സ്മോൾ സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ISRO പുതിയ ഒരു ലോഞ്ച് പാഡും കൊണ്ടുവരുന്നുണ്ട്. തമിഴ്നാട്ടിലാണ്, കുലശേഖര പട്ടണം. ISROയുടെ പുതിയ ലോഞ്ച് പാഡ് സ്മോൾ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുലശേഖര പട്ടണം അത് തമിഴ്നാട്ടിലാണ്. ഓൾറെഡി ISROയുടെ ലോഞ്ച് പാഡ് എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. അതിന് പുറമെ അത് അവിടെ ബിഗ് സാറ്റലൈറ്റ്സ്, സ്മോൾ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, കുലശേഖര പട്ടണം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.